ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കൊടുത്തു. ചിലപ്പോൾ ഈ ഭഗവതി ഗുരുവായൂരപ്പനോട് ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ഈ ഭഗവതിയോട് ചോദിക്കുക, കൈപ്പറമ്പിൽ അമ്മയോട്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് രാമൻകുട്ടിയേട്ടനും സാവിത്രി അമ്മയും കുട്ടിയും കൊണ്ട് വന്നിരുന്നല്ലോ, നിങ്ങളുടെ അടുത്ത് വന്നില്ലേ? ഇപ്പം ഈ അമ്മ ചിരിച്ചുകൊണ്ട് പറയും, എൻ്റെ അടുത്ത് വന്നിട്ടാണ് അങ്ങോട്ട് പോയതേ. പാവ അതിൻ്റെ ഉള്ളിലിരുന്ന് കരയുണ്ടാവും, കാരണം അത് കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥന, നമ്മുടെ ഈ തട്ടകത്ത് ജനിക്കുന്ന ഏത് കുട്ടിയും എല്ലാ അമ്പലങ്ങളിലും പോട്ടെ, ഒരു പിടി അന്നവും ആദ്യത്തെ അക്ഷരവും എപ്പോഴെങ്കിലും ഏതെങ്കിലും കൊല്ലം ഈ തിരുമുമ്പിൽ ഇരുന്ന് എഴുതണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ആദ്യമായിട്ട് ഒരു പിടി അന്നം കഴിച്ച ക്ഷേത്രവും, ആദ്യമായിട്ട് ഹരിശ്രീ ഗണപതയെ നമ്മൾ ആദ്യാക്ഷരം കുറിച്ച ക്ഷേത്രവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം ഓട്ടോമാറ്റിക്കലായിട്ട് മാറും. പിന്നെ ആ ഒരു കണക്ഷനിൽ നിന്ന് നമുക്ക് തിരിച്ചു പോരാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവരുടെ ചെറിയ മനസ്സിൽ തന്നെ ആ ക്ഷേത്രവുമായിട്ടുള്ള ആത്മബന്ധം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും മിനിമം ചെയ്യണമെന്ന് എനിക്ക് മുതിർന്ന ആൾക്കാരോട് അഭ്യർത്ഥിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ അവരുടെ കാല് പിടിച്ച് പറയാറുണ്ട്, ഈ രണ്ട് കാര്യം ചെയ്യാൻ. മൂന്നാമത് പറയാറുള്ളത്, കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരുന്ന കുട്ടിയെ സാധിക്കുന്ന ദിവസം ആ ക്ഷേത്രത്തിൽ അവരുടെ തട്ടകത്തിലെ അമ്പലം ഏതാണ് അവിടെ കൊണ്ടുവരുന്നത്. കാരണം ഇനി അമ്മയുടെ മകളാണ് അവൾ, അമ്മയായിട്ടാണല്ലോ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ചില ആളുകളുണ്ട്, ഞങ്ങൾക്ക് അമ്മയും വേണ്ട അച്ഛനും വേണ്ട ആരും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ. അവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അമ്പലവും വേണ്ട, ഭഗവതിയും വേണ്ട. തിരുമാന്താംകുന്ന് നമ്മുടെ കൽപ്പന ഉണ്ട്, കേട്ട് കഴിഞ്ഞ് അങ്ങനെ നിന്ന് വിറയ്ക്കും. ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഭഗവതിക്കും താല്പര്യമില്ല, അമ്പലവും വേണ്ട ഒന്നും വേണ്ട എന്ന് മാറി നിൽക്കുന്ന ആൾക്കാർ കേൾക്കട്ടെ എന്ന് കരുതിയിട്ട് കൽപ്പന ഉണ്ട്. ഒരു നാഴി കൊണ്ട് 100 നാഴിയാക്കാനും 100 നാഴി 1 നാഴിയാക്കാനും കഴിവുള്ളവളാണ് കാളി എന്നാണ്. ഞാൻ കരുതി വെച്ച് കഴിഞ്ഞാൽ നിന്റെ കയ്യിലുള്ള 1 നാഴിയെ 100 മാറ്റാൻ എനിക്ക് സാധിക്കും. നീ അഹങ്കരിക്കണ്ട, നിന്റെ കയ്യിലുള്ള 100 നാഴി 1 നാഴിയാക്കാനും എന്നെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ നാടൻ ഭാഷ പറയില്ലേ, നിലത്ത് നിൽക്ക്, അടങ്ങി നിൽക്കുക എന്ന് പറയില്ലേ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വലിപ്പച്ചെറുപ്പുണ്ടാവാം, പക്ഷെ ഭഗവതിക്ക് നമ്മളെ തമ്മിൽ ഒരു വലിപ്പച്ചെറുപ്പമില്ല. ഏത് മകനെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പാവം കൈമലർത്തുള്ളൂ. അതിന് എല്ലാവരും ഒരുപോലെയാണ്. നോക്കണവരും ഒരുപോലെയാണ്, നോക്കാത്തവരും ഒരുപോലെയാണ്. അതാണ് പ്രശ്നം. അത് പ്രശ്നമാണ്. കാരണം നോക്കാതെ ഒരാൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണു. അതിനാണ് നമ്മൾ പറയില്ലേ, യൂണിവേഴ്സ് തിരിച്ചു കൊടുക്കുന്നു. സാധിക്കുമെങ്കിൽ അമ്മ നമ്മളെ ഇങ്ങോട്ട് എത്ര സ്നേഹിക്കുന്നു അതിൻ്റെ 100 അങ്ങോട്ട് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അത് ഞാൻ ഏറ്റവും കൂടുതൽ അമ്മ താല്പര്യപ്പെടുന്ന നമ്മുടെ വഴിപാടാണ് ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നത്. നമ്മുടെ വീട്ടിലെ കുട്ടികളിലും ഒന്നും വേണ്ട, നമുക്ക് അവർക്ക് ലളിതാ സഹസ്രനാമം ഒരു പ്രായത്തുമ്പോൾ അവർ പഠിച്ചോട്ടെ, അല്ലെങ്കിൽ ശ്യാമള ദണ്ഡകം പഠിച്ചോട്ടെ, സൗന്ദര്യലഹരി പഠിച്ചോട്ടെ. മിനിമം ആ ശ്രീകോവിലിനകത്തേക്ക് നോക്കിയിട്ട് അമ്മേന്ന് ഉറക്കെ വിളിപ്പിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക, ഏറ്റവും മിനിമം. കാരണം ആ 2 ശബ്ദം കേൾക്കുന്നതാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദകരം. അതാണ് ആത്യന്തികമായിട്ട് നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്നൊരു ശബ്ദവും. ഞാൻ പലയിടത്തും തമാശയായിട്ട് പറയാറുണ്ട്, ഈ ചോറ്റാനിക്കര ഭഗവതി, എനിക്ക് ഈ പേര് കിട്ടിയ സ്ഥലം കേട്ടോ. പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ വ്യാസൻ എന്നുള്ള പേര് ഒരു ഫോർമാലിറ്റി കിട്ടതല്ലേ പ്രഭാഷണമൊക്കെ ചെയ്യുമ്പോൾ? നല്ല 1992 ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ചിട്ട് എനിക്ക് ചോറ് തന്നപ്പെട്ട പേരാണ് വ്യാസൻ എന്നുള്ളത്. ചോറ്റാനിക്കര ഭഗവതിയെ കാണാനായിട്ട്, അല്ലെങ്കിൽ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയ ഗുപ്തൻ നമ്പൂതിരിയുടെ കഥ പറയും. യക്ഷി പുറകിൽ കൂടിയ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം ആദ്യം കോശാപ്പള്ളി എന്ന് പറയുന്ന ആ മനയിൽ പോയി അവിടെ നിന്ന് ജപിച്ച കല്ല് കൊടുത്തു. ആ കല്ലുകൾ മൊത്തം പാഴായിപ്പോയി. പള്ളിപ്പുറം എന്ന് പറയുന്ന മനയിൽ കയറി അവിടെ നിന്ന് വിഴുപ്പ് തോർത്ത് കൊടുത്തു. അത് വീശിക്കൊണ്ടോടി. ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുമ്പ് വിഴുപ്പ് തോർത്ത് കളയണമെന്ന് പറഞ്ഞു, കളഞ്ഞു. അപ്പുറത്തെ കാലിൽ യക്ഷി കയറി പിടിച്ചു. യക്ഷി പിടിച്ച് ഇങ്ങനെ വലിക്കുക അത്ര ഗുപ്തൻ നമ്പൂതിരിയെ. ഭഗവതി ആണെങ്കിൽ നിർമ്മാല്യമൊക്കെ കഴിഞ്ഞ് അഭിഷേകം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. നമുക്ക് ഞാനിതിൽ ഇമാജിൻ ചെയ്യാൻ പറയാറുണ്ട് നമ്മുടെ അമ്പലത്തിൽ വരുന്ന ആൾക്കാരോടൊക്കെ, നിങ്ങളുടെ കാലിലാണ് പിടിച്ചു വലിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് നാമം ജപിക്കും? യാ ദേവി സർവ്വഭൂതേഷു ഓർമ്മ വരുന്ന എത്ര പേരുണ്ടെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. സർവമംഗള മംഗല്യേ എന്ന് ഉറക്കെ വിളിക്കും നമ്മൾ. ആകെ ഒരു ശബ്ദമാണ് വായിൽ നിന്ന് വരുള്ളൂ, എന്ത്? അമ്മേ എന്നുള്ളത്. അതിനു മുകളിലൊരു വാക്കില്ല ഭഗവതി സംബന്ധിച്ചിടത്തോളം. യാദേവി സർവ്വഭൂതേഷു അല്ല, ഈ ഭൂതത്തിന്റെ മുഖം മാത്രമേ അപ്പോൾ ഓർമ്മ ഉണ്ടാവുള്ളൂ, ഈ പുറകിൽ നിൽക്കുന്ന ഭൂതം. അപ്പൊ എന്തേ നിവൃത്തിയുള്ളൂ? കുട്ടികളെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കുക. കാരണം എന്താ, ഇന്ന് നമ്മൾ പണ്ടത്തെ യക്ഷിയൊക്കെ ഡീസൻ്റ് ആയിരുന്നു, ഇന്ന് പലജാതി യക്ഷികളാണ് പുറകിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്.